നമസ്കാരം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തും വിധം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സംഭവത്തിലെ മുഖ്യപ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. സംഭവത്തിൽ കൂടുതൽ നിഗമനത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അപകീർത്തിപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് വിദേശത്ത് നിന്ന് തന്നെയാണെന്നാണ് സംശയം. ഫേസ്ബുക്ക് അക്കൗണ്ട് തയ്യാറാക്കിയതിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായും സൂചനയുണ്ട്. പങ്കുവച്ച ചിത്രത്തിനൊപ്പം തയ്യാറാക്കിയ വാചകങ്ങൾ പ്രതി മുഹമ്മദ് റോഷന്റേതല്ല എന്ന നിഗമനത്തിനും പോലീസ് എത്തിയിട്ടുണ്ട്. പോസ്റ്റ് ഇട്ടത് പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷൻ കാപ്പ കേസ് പ്രതി എന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ദൃശ്യങ്ങളും ഫോട്ടോകളും കാണിച്ച് ഇയാൾ 15 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പോലീസ് FIRൽ പറയുന്നത്. പെരിന്തൽമണ്ണയിലെ മോളിലേക്ക് സാദിഖ് അലി തങ്ങളുടെ ബന്ധുവിനെ വിളിച്ചു വരുത്തി അവ്യക്തമായ ദൃശ്യങ്ങൾ കാണിച്ചാണ് പണം ആവശ്യപ്പെട്ടതെന്നും FIRൽ പറയുന്നുണ്ട്. സംഭവത്തിൽ പ്രതി മുഹമ്മദ് റോഷൻ ഒളിവിലാണ്. തങ്ങളെ സാമൂഹിക മാധ്യമം വഴി അധിക്ഷേപിച്ചെന്ന കേസിലെ പ്രതി മുഹമ്മദ് റോഷനായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘം. ഇയാൾ ജില്ല വിട്ടതായാണ് സൂചന. വ്യാജ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി സാദിഖ് അലി തങ്ങളുടെ ബന്ധുവിൽ നിന്നും 15 കോടി തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങാതെ ആയതോടെയാണ് ഇയാൾ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുമായി സാദിഖ് അലി തങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പോസ്റ്റ് ചെയ്തത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റാർക്കെങ്കിലും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകൂ എന്നും പോലീസ് പറയുന്നു. ഇയാൾക്കെതിരെ കലാപശ്രമം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നിരവധി കേസുകൾ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സാമൂഹിക മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് റോഷനായിട്ടുള്ള തെരച്ചിൽ എന്തായാലും ശക്തമാണ്. കാപ്പ നിയമപ്രകാരം നേരത്തെ നടപടി നേരിട്ടിട്ടുള്ള ഇയാൾ നിലവിൽ ഒളിവിലാണ്. ഇയാൾ ജില്ല വിട്ടതായും സൂചന ലഭിച്ചിട്ടുണ്ട്. പ്രതിയെ പിടികൂടാൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെയുള്ള വിപുലമായ അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതേസമയം ഇത്രയും ദിവസമായിട്ടും റോഷനെ പിടിക്കാൻ സാധിക്കാത്തതിൽ വലിയ വിമർശനവും ഉയരുന്നുണ്ട്. പ്രതിയെ കണ്ടെത്തി ഇത്ര മണിക്കൂറിനുള്ളിലായിട്ടും പ്രതിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കാത്തതും കൂട്ടുപ്രതികളെ കണ്ടെത്താൻ സാധിക്കാത്തതും പോലീസിന്റെ വീഴ്ചയായിട്ടും ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അവ്യക്തമായ ദൃശ്യങ്ങളും വ്യാജ ചിത്രങ്ങളും ഒക്കെ കാണിച്ച് തങ്ങളുടെ ബന്ധുവിൽ നിന്നും 15 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചതായി FIRൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഭീഷണിക്ക് വഴങ്ങാതെ വന്നതോടെയാണ് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ച് തങ്ങൾക്കെതിരെ അധിക്ഷേപകരമായ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചത്. ഷാനു എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് ആദ്യം പോസ്റ്റ് വരുന്നത്. പോസ്റ്റ് വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഈ പോസ്റ്റും തുടർന്ന് അക്കൗണ്ടും ഡിലീറ്റ് ആക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാവശ്യത്തിനായി സാദിഖ് അലി തങ്ങളെ പരിചയപ്പെടുകയും പിന്നീട് വ്യക്തിപരമായി ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും വ്യക്തിപരമായ നമ്പറിലേക്ക് സാദിഖ് അലി തങ്ങൾ തുടർച്ചയായി വിളിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്യുന്നൊരു സ്ത്രീ എന്ന രീതിയിലാണ് പോസ്റ്റ് ഇട്ടത്. ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പൗരപ്രമുഖൻ എന്ന രീതിയിൽ സാദിഖ് അലി തങ്ങളുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നത് എന്നൊരു കാര്യം കൂടി പരാമർശിച്ചായിരുന്നു ഷാനു എന്ന അക്കൗണ്ടിൽ നിന്നും പോസ്റ്റ് വന്നത്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും മുഹമ്മദ് റോഷൻ ആണിത് നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മുഹമ്മദ് റോഷൻ മാത്രമല്ല, കൂട്ടുപ്രതികളും ധാരാളമായി ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്.